പത്തനംതിട്ടയിൽ നിന്ന് നേരെ പോകാം പാലക്കാടേക്ക്. ചൂട് കാറ്റ് വീശുന്ന പാലക്കാടേക്ക്. ഇലക്ഷൻ ചൂട് അവിടെ എത്രത്തോളം എന്നുള്ളത് അറിയാനുണ്ട് അഭിലാഷ്. പാലക്കാട് LDFന്റെ പൊന്നാപുരം കോട്ട ആയിരുന്നു. പക്ഷേ ആ കോട്ട 2019 വീണു. അപ്രതീക്ഷിതമായി കഴിഞ്ഞ തവണത്തെ UDF വേവിൽ MP രാജേഷ് VK ശ്രീകണ്ഠനോട് പരാജയപ്പെട്ടു. വിജയ ആഹ്ലാദ ഗാനം വരെ റെക്കോർഡ് ചെയ്തതിന് ശേഷം അത് 11,000 ശിഷ്ടം വോട്ടിന് മാത്രമാണ് അന്ന് പരാജയപ്പെട്ടത്. പക്ഷേ ആ ജയം ഒരു ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാക്കി VK ശ്രീകണ്ഠൻ മാറ്റി. VK ശ്രീകണ്ഠൻ ആ മണ്ഡലത്തിൽ അതിനനുസരിച്ചുള്ള ഒരു പിന്തുണ നേടിയെടുത്തു. അതുകൊണ്ട് തന്നെ ഈ മത്സരം കുറച്ച് കടുത്ത മത്സരമാണെന്നേ ഞാൻ പറയൂ. തീർച്ചയായിട്ടും കടുത്ത മത്സരമാണ്. ഒന്ന്, ഇടതുപക്ഷത്തിന് മികച്ച രാഷ്ട്രീയ അടിത്തറയുള്ള മണ്ഡലം. നമുക്ക് ആ മണ്ഡലത്തിന്റെ ചരിത്രം എടുത്താൽ തന്നെ തുടർച്ചയായി സമീപകാലത്ത് NN കൃഷ്ണദാസ് തുടർച്ചയായി ജയിക്കുന്നു, അതിനുശേഷം MP രാജേഷ് തുടർച്ചയായി ജയിക്കുന്നു. അതിനുശേഷമാണ് 2019 ഒരു സ്റ്റോപ്പ് ഉണ്ടായത്. മുമ്പ് ഇതുപോലെ CPM-ൽ നിന്ന് കോൺഗ്രസ് പിടിച്ചെടുത്ത് VS വിജയരാഘവൻ വിജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ A വിജയരാഘവൻ വന്നിറങ്ങിയിട്ടാണ് അതിനെ അങ്ങ് നേതാവ്. A വിജയരാഘവൻ എന്ന യുവ വിദ്യാർത്ഥി നേതാവാണ് അവിടത്തേക്ക് വീണ്ടും ഇടത് വിജയം തിരികെ കൊണ്ടുവന്നത്. പിന്നെയും കോൺഗ്രസ് അവിടെ ജയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും. അപ്പോൾ ഈ തവണ A വിജയരാഘവനെ സംബന്ധിച്ച് CPM-ന്റെ മത്സരിക്കുന്ന ഏറ്റവും പ്രമുഖനായ ദേശീയ നേതാവാണ്, പോളിറ്റ് ബ്യൂറോ അംഗമാണ്. CPM-ന്റെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഏറ്റവും സീനിയർ നേതാവ് എന്ന ഉത്തരവാദിത്വം A വിജയരാഘവനുണ്ട്. അദ്ദേഹത്തെ ജയിപ്പിക്കുക എന്നുള്ളത് അണികളെ സംബന്ധിച്ചും കേഡർമാരെ സംബന്ധിച്ചും അവരുടെ വലിയ സംഘടനാ ഉത്തരവാദിത്വമാണ്. പാലക്കാടൻ തീക്കാറ്റിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയാൻ പക്ഷേ നമ്മൾ കാത്തിരിക്കണം. പോളിറ്റ് ബ്യൂറോ അംഗത്തെ 1,13,993 വോട്ടുകളുടെ നിയമസഭാ വോട്ടുകളുടെ ഭൂരിപക്ഷമുള്ള ലോക്സഭാ മണ്ഡലത്തിലാണ് CPM ഫീൽഡ് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ കാലാവസ്ഥ അത്രമേൽ അനുകൂലമായ മണ്ഡലമാണ്. ഇടതുപക്ഷത്തിന്റെ CPM-ന്റെ കമ്മ്യൂണിസ്റ്റുകാരുടെ വലിയ നേതാക്കൾ മത്സരിച്ച് പാർലമെന്റിലേക്ക് പോയിട്ടുള്ള മണ്ഡലമാണ് പാലക്കാട്. ആ പാലക്കാട് മണ്ഡലം തിരികെ പിടിക്കാനുള്ള നിയോഗം ഇത്തവണ A വിജയരാഘവൻ എന്ന പോളിറ്റ് ബ്യൂറോ മെമ്പർക്കാണ്. അത് അദ്ദേഹത്തിന് സാധ്യമായിട്ടുണ്ടോ എന്നൊന്ന് ഇപ്പൊ തന്നെ പരിശോധിച്ചാലോ? പെട്ടെന്ന് നോക്കാം. പാലക്കാട് A വിജയരാഘവൻ മുന്നിൽ 38% വോട്ട് നേടും എന്നുള്ളതാണ് അഭിപ്രായ ഫലം പറയുന്നത്. 38% വോട്ട് A വിജയരാഘവന്, 36% വോട്ട് VK ശ്രീകണ്ഠനും, 24% വോട്ട് BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന്. അതായത് പാലക്കാട് LDF തിരിച്ചുപിടിക്കുന്നു. പാലക്കാട് UDF-ൽ നിന്ന് LDF തിരിച്ചുപിടിക്കുന്നു എന്നുള്ളതാണ് P മാർക്കിന്റെ ഈ ഫലസൂചന. ഇതിനു മുൻപ് കഴിഞ്ഞ തവണ തന്നെ ഇടത് കേന്ദ്രങ്ങളെ ഭയങ്കരമായി ഞെട്ടിച്ചു കളഞ്ഞ ഒരു ഫലമാണ് പാലക്കാടും ആലത്തൂരും കാസർഗോഡും. ഈ 3 റിസൾട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇടത് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചത്. അതിൽ പാലക്കാട് തിരിച്ചു പിടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഈ അഭിപ്രായ ഫല അനുസരിച്ച് തിരിച്ചു പിടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ CPM-ന് അതൊരു വലിയ നേട്ടമാണ്. കഴിഞ്ഞ തവണ സംഭവിച്ചിട്ടുള്ളത് നമുക്കറിയാം. പാലക്കാട് ഈ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള ഇടത് കേന്ദ്രങ്ങളിൽ ഇപ്പോൾ മലമ്പുഴ, അതുപോലെ തന്നെ ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട് മേഖലകളിലൊക്കെ MP രാജേഷിന് തന്നെയായിരുന്നു ലീഡ്. അവിടെ വലിയ ചേഞ്ച് ഉണ്ടായത് മണ്ണാർക്കാട്, പട്ടാമ്പി മണ്ഡലങ്ങളിലാണ്. കൃത്യമായി പറഞ്ഞാൽ ന്യൂനപക്ഷ വോട്ടുകൾ, മുസ്ലിം വോട്ടുകളുടെ വലിയ കേന്ദ്രീകരണം അവിടെ VK ശ്രീകണ്ഠന് അനുകൂലമായി, UDF-ന് അനുകൂലമായി കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടായി. അതുകൊണ്ടാണ് മണ്ണാർക്കാട് ഏതാണ്ട് 30,000 അടുത്ത് വോട്ടിന്റെ അഡ്വാൻറ്റേജ് രാജേഷിന് മുകളിൽ ഇദ്ദേഹത്തിന് VK ശ്രീകണ്ഠന് ലഭ്യമാക്കിയത്. അത് അത്ര തന്നെ ഇത്തവണ ഉണ്ടായില്ലെങ്കിൽ തന്നെ പൊളിറ്റിക്കലി LDF-ന് സേഫ് ആയിട്ടുള്ള മണ്ഡലമാണ് ഈ പാലക്കാട്. ഈ കഴിഞ്ഞ തവണത്തെ പോലെ അങ്ങനെ ഒരു ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണത്തിനുള്ള സാധ്യത ദേശീയാടിസ്ഥാനത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും പല കാരണങ്ങൾ കൊണ്ടും ഉള്ള സാധ്യത കുറവാണ്. തീർച്ചയായും അഭിലാഷ്, ഞാൻ ഈ അഭിപ്രായ ഫലം വന്നതിനകത്ത് ശ്രദ്ധിച്ച ഒരു കാര്യം, LDF-ന്റെ വോട്ട് ഇൻടാക്ട് ആയിട്ട് കഴിഞ്ഞ തവണത്തെ അതേ ശതമാനത്തിൽ 38% നിൽക്കുന്നു. UDF-ന് ഒരു 3% കുറവും BJP-ക്ക് ഒരു 3% വർധനയുമാണ് ഇപ്പോഴത്തെ ഈ അഭിപ്രായ ഫലത്തിൽ കഴിഞ്ഞ 2019 തട്ടിച്ച് നോക്കുമ്പോൾ കാണുന്നത്. BJP-യുടേത് 21 എന്ന് പറയുന്നത് 24 ആകുന്നു. UDF-ന്റെ 39 36 കുറയുന്നു. തീർച്ചയായും അത് സംഭവ്യമാണ്. കാരണം എന്താ പറഞ്ഞാൽ BJP-ക്ക് പരമ്പരാഗതമായ കേന്ദ്രങ്ങൾ ഉള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ്. പ്രത്യേകിച്ച് പാലക്കാടും മലമ്പുഴ നിയമസഭാ മണ്ഡലങ്ങളിൽ അവർ 2ാം സ്ഥാനത്തെത്തുന്ന 2 നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസികളാണ് പാലക്കാടും മലമ്പുഴയും. C കൃഷ്ണകുമാർ അവിടെ പാലക്കാട് കേന്ദ്രീകരിച്ച് വളരെ കാലമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന നേതാവാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. അപ്പോൾ C കൃഷ്ണകുമാറിന്റെ വോട്ട് വിഹിതം 24 ഉയരുന്നുവെങ്കിൽ അതിൽ ആശ്ചര്യകരമായി യാതൊരു കാര്യവുമില്ല. നോക്കൂ, കഴിഞ്ഞ തവണ കൃഷ്ണകുമാർ തന്നെ 2,18,556 വോട്ടുകൾ നേടിയതാണ്. അത് അദ്ദേഹം 2.5 ലക്ഷത്തിന് മുകളിലേക്ക് ഉയർത്തും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന പല സൂചനകൾ. അങ്ങനെയാണെങ്കിൽ അത് കൂടുതലായി ബാധിക്കാൻ പോകുന്നത് VK ശ്രീകണ്ഠനെയാണ്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ തവണ കിട്ടിയ അത്രയും വോട്ട് ഷെയർ ഇത്തവണ അദ്ദേഹത്തിന് കിട്ടിക്കൊള്ളണമെന്നില്ല. കഴിഞ്ഞ തവണത്തെ VK ശ്രീകണ്ഠന്റെ മാർജിൻ നോക്കുകയാണെങ്കിൽ ഒരു തിൻ മാർജിനാണ്. 11,637 വോട്ടിന്റെ ഒരു ഭൂരിപക്ഷം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതനുസരിച്ച് അദ്ദേഹം വലിയ പ്രവർത്തനം കാഴ്ചവെച്ചു.
നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ CPM ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ അടിത്തറയുള്ള മണ്ഡലമാണ്. 1-2 മണ്ഡലങ്ങളിൽ BJP വലിയ ഒരു മുന്നേറ്റം നടത്തുന്നുണ്ട് എങ്കിലും ഇത്തവണ ഈ മണ്ണാർക്കാടും അതുപോലെ തന്നെ ഇപ്പോൾ LDFന്റെ സിറ്റിംഗ് സീറ്റ് ആയിട്ടുള്ള പട്ടാമ്പിയിലും എത്ര മികച്ച പ്രകടനം കഴിഞ്ഞ തവണത്തെ അനുസ്മരിപ്പിക്കുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ പ്രകടനം അതുപോലെ മണ്ണാർക്കാടും പട്ടാമ്പിയിലും റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ VK ശ്രീകണ്ഠനെ സംബന്ധിച്ച് എന്നുള്ളതൊരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ചോദ്യമാണ്. അതിന് കൂടിയുള്ള ഉത്തരം എന്തായാലും നമുക്ക് ജൂൺ മാസം 4-ാം തീയതി അന്തിമമായി അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും P മാർക്കിന്റെ സർവേ പറയുന്നു പാലക്കാട് A വിജയരാഘവനിലൂടെ LDF തിരിച്ചുപിടിക്കുന്നു.